ഇന്ന് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോണത് നല്ലൊരു അടിപൊളി ടർക്കിയാണ് കേട്ടോ. ഏകദേശം ഒരു 12-13 കിലോ ഉണ്ട്. ടർക്കി ബേക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ഫ്രണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. വിഷ്ണു എന്നാണ് പേര്. അവന് ടർക്കിയുടെ ഒക്കെ മെയിൻ ആളാണ്. അവൻ തന്നെ ഈ ടർക്കിയൊക്കെ കൊണ്ടുവരും. നല്ല ഫ്രഷ് ടർക്കിയ. പിന്നെ ഓക്കെ, ഗാർലിക് അല്ലേ വെച്ചപ്പോ ഇത്തിരി ഗാർലിക്. ഇതിപ്പോ നമ്മൾ തേക്കുന്നത് ബട്ടറും തൈമ് ആ സംഭവം തേച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിൻ്റെ ഉള്ളില് ഉപ്പ് തേച്ച് ഞങ്ങള്, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതില് കുരുമുളക്, ഉപ്പ്, വേറെ പ്രത്യേകിച്ച് മസാല ഒന്നും ഇല്ല. പിന്നെ യൂസ് ചെയ്യുന്നത് ബട്ടർ, തൈമ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇത് ഏകദേശം ഒരു 14 കിലോനൊക്കെ ഉണ്ട് ടർക്കിട്ടോ. നല്ല ഫ്രഷ് ടർക്കി തന്നെ, ഫ്രോസൺ ഒന്നല്ല. ഇത് നമ്മുടെ സുഹൃത്ത് വിഷ്ണുവിന്റെ ബോസ് ടർക്കിനെ വളർത്തുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക്. അപ്പോൾ ആള് വിഷ്ണുവിനെ ചോദിച്ച കൊടുക്കാറുണ്ട്. വേറെ പുറത്ത് സെയിലൊന്നും ചെയ്യില്ല, നമ്മുടെ സുഹൃത്തിന് മാത്രമേ ഇത് കൊടുക്കുള്ളൂ. അപ്പോൾ അവനുള്ളതുകൊണ്ട് നമുക്ക് നല്ല ഫ്രഷ് ടർക്കി കിട്ടും. അപ്പോൾ ഇതിൻ്റെ പരിപാടിയൊക്കെ അവനക്ക് തന്നെ അറിയുള്ളൂ, കാരണം അവൻ തന്നെ എന്തൊക്കെ ചെയ്യാറ്. ഇപ്പം ഏകദേശം ഇപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ട് വിഷ്ണു തന്നെയാണ് ടർക്കി പോയി കൊണ്ടില്ലും. അവൻ തന്നെയാണ് ഇതിന് മസാല ഒക്കെ സെറ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിൽ ബട്ടർ, അതേമാതിരി തൈമ്, ഈ സംഭവങ്ങളാണ് അതിൻ്റെ മുകളിൽ തേച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് അതിനുള്ളിൽ വെച്ച് നമ്മുടെ ഫുഡ് വെക്കണ മാതിരിയല്ല ഇതിൻ്റെ സെറ്റപ്പ്. ഇതിപ്പോൾ ആകെ നമ്മൾ സ്പൈസി എന്നാണ് ഉദ്ദേശിക്കുന്നത് കുരുമുളകും ഉപ്പും, വേറെ ഒന്നുമില്ല. പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ വിഷ്ണു അതിൽ കുറേശ്ശെ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചവറുമാതിരി ഫ്രൂട്ട്സ് ഒന്നും വെക്കുന്നില്ല, ആവശ്യങ്ങൾക്ക് മാത്രം വെക്കുന്നുള്ളൂ. ഞാനതില് ആ ഫ്രൂട്ട്സ് വെക്കണം, ഈ ഫ്രൂട്ട്സ് വെക്കുന്ന ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും സമ്മതിക്കണില്ല. ഇതിന്റെ പ്രോസസ്സിങ് സമയമാണ് നമുക്ക് നോക്കേണ്ടത്. ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയത് 7 മണിക്കൂർക്ക് വേണം തോന്നുന്നത്. വേറെ ഫ്രൂട്ട്സുകളൊക്കെ വെക്കാം അല്ലെങ്കിൽ ഇപ്പോൾ അവൻ തന്നെയാണ് ഇതിന്റെ കംപ്ലീറ്റ് എന്താ പറയാ സെറ്റ് ചെയ്യുന്നത്. അതിന്റെ മസാല ബട്ടർ ഓറഞ്ച് ഒക്കെ ഇതില് ഓറഞ്ച് വേറെ ഫ്ലേവർക്ക് മാറില്ലല്ലോ. ഫുള്ള് ബട്ടർ വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് കാല് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടേ ഇവിടെ ഇങ്ങനെയൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ പിന്നെ നാളെ നമുക്ക് നല്ല പോലെ കയ്യിലാക്കാൻ നല്ല ഈ നാളെന്തായാലും അമിതായി വരുമ്പോഴേ ആ വലിയ അതൊന്ന് കൊണ്ടുപോരാ. ഇതും ഇപ്പൊ അപ്ലൈ ചെയ്യണത് ബട്ടറും സംഭവങ്ങളാണ് തേച്ചോണ്ടിരിക്കുന്നത്. ബട്ടർ, തൈമ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതാണ് ഇപ്പൊ തേച്ചോണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഞങ്ങൾ തേക്കണത് നാളെ മറ്റന്നാളാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുമ്പ് വിഷ്ണു ഇതൊക്കെ തേച്ച് എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ച് മസാല, അതിൻ്റെ ആ ബട്ടറും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും അതിൽ പിടിക്കണം. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇത് ഈ ടർക്കി കോഴി
10-14 കിലോന്റെ അടുത്ത് വരും കേട്ടോ. ഇതാ ഇത് കുറച്ച് ഇട്ടുണ്ട് ഇതില്. കഴിഞ്ഞല്ലേ? പിന്നെ നമ്മള് നോർമൽ എന്തായാലും ഈ പാത്രം എന്തായാലും നമുക്കില്ല. ഷോൾഡർ ഒക്കെ മുട്ടിയിരിക്കതിന്റെ അപ്പൊ ഞാൻ ഇന്നെ അതിനെ മാറ്റി വയ്ക്കായിരിക്കും. അത് സംഭവം ഏകദേശം ആയി. ഇപ്പം ഞങ്ങൾ എടുക്കാൻ പോവാണ്. ഏകദേശം ഒരു 5.5 മണിക്കൂറാകുമ്പോഴത്തേക്കും നമ്മുടെ ടർക്കി കൂടെ റെഡിയായി. അതിൻ്റെ ബട്ടറും എല്ലാം ഉരുകി ആ പ്ലേറ്റിലേക്ക് വീഴുണ്ടായിരുന്നു. അത് ഞങ്ങളത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ആ ബട്ടർ ഞങ്ങൾ എടുത്ത് അതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വിഷ്ണുവാണ് ചെയ്യുക. നമ്മൾ ലാസ്റ്റാണ് നമ്മൾ വന്നിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അത് വിഷ്ണു തന്നെയാണ് എല്ലാം ചെയ്യാറ്. അപ്പം വേറെ ആരെ കൊണ്ട് കൈ കടത്താറില്ല. ഞങ്ങളിത് പുറത്തേക്ക് എടുക്കുകയാണ്. ഫുള്ള് ബട്ടറാണ്. ബട്ടറും ഈ ടർക്കിയുടെ നെയ്യൊക്കെ ഉരുകി ആ ട്രയലിലേക്ക് വീണിക്കുകയാണ്. നല്ല ചൂടാണ്. നമ്മള് സെർവ് ചെയ്യാൻ പേരാണ് പുറത്തേക്ക് വെച്ചു. ബട്ടണല്ലേ ഇവന്നെ ഇതിങ്ങനെ മാറ്റണ ഞാൻ മാറ്റുന്നത് പൊളിഞ്ഞു പോകും. മീറ്റ് പൊളിയും. ഇവിടെ നിന്നും പിടിക്കണം. ഇത് ടർക്കി ഇങ്ങനെ കാണുന്ന മാതിരിയല്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. ശരിക്കും തൊട്ട് കഴിഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് കയ്യിൽ ഇറച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് പോരും. അത്രയും നല്ല സോഫ്റ്റാണ് അവൻ പണിതിട്ടുള്ളത്. പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ്. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അല്ല ബട്ടർ ഇങ്ങനെ അവൻ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ സെറ്റാക്കിണ്ടായിരുന്നു. എന്റെ കൈ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ടർക്കി സെറ്റായി. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ആദ്യം ഞങ്ങളിതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ സെർവ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് മിസ്സായിപ്പോയി. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഞങ്ങളുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള വിഷ്ണു സ്പെഷ്യൽ ടർക്കി ഇവിടെ സെറ്റായിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.